മുസ്ലിം ലീഗ് ഒരാൾക്ക് ഒരു പദവി അതിന്റെ ഗുണവും ദോഷവും ഒറ്റയടിക്ക് വലിയ വിപ്ലവകരമായ തീരുമാനം എന്നൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷെ അതിൽ ഗുണം ഉണ്ടോ ചോദിച്ചാൽ ഗുണമുണ്ട്, ദോഷം എന്താ വെച്ചാൽ നല്ല ഒരു ദോഷം തന്നെ ഈ ഒരു വിഷയത്തിലുണ്ട്. ഒറ്റയടിക്ക് എല്ലാവരും അതിന്റെ ഗുണങ്ങളെ മാത്രമാണ് പുകഴ്ത്തുണ്ട്. പക്ഷെ അതിന്റെ ദോഷം എന്ന് പറഞ്ഞാല് ഇന്ത്യക്ക് ഇപ്പൊ PMA സലാം MLA അല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ അതിൻ്റെതായ പോരായ്മ ആ പദവിക്ക് തന്നെ ഉണ്ട്. ഒരു MLA അല്ലാത്ത ഒരാള് എപ്പോഴും ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഒരു MLA ആകുമ്പോ അതിൻ്റെതായ ഒരു ഇതുണ്ട്. പണ്ട് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ MLA അല്ലെങ്കിൽ മന്ത്രി ആയ സമയത്ത് ഒരു സംസ്ഥാന സെക്രട്ടറി അപ്പൊ ആ ഒരു ശക്തി അതിന്റെ ഒരു ഇതിലുണ്ട്. ആ ഒരു പോരായ്മ ആദ്യത്തെ ഉദാഹരണമാണ് അത്. അതുപോലെ ഇപ്പൊ KM ഷാജി മന്ത്രിയാണ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയാണ്. വെറും ഒരു മന്ത്രി എന്ന പദവി മാത്രം കൊണ്ടൊരു ഇതാക്കാണ്ട് ഒതുക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരാളല്ല ശരിക്ക് KM ഷാജി. അപ്പൊ ഇതിന് പകരം ഒരുപാട് ആൾക്കാർക്ക് സ്ഥാനക്കയറ്റം കിട്ടൂല, അത് നല്ലതല്ല എന്നൊക്കെ തോന്നെങ്കിലും പക്ഷെ വെറും ഒരു മന്ത്രി എന്ന പദവിയിൽ അവിടെ ഒതുക്കപ്പെടേണ്ട ആളല്ല. ഒരു സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ ഒരു MLAയും ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ നിന്ന് ഒരു പവർഫുൾ ആളായി നിൽക്കേണ്ട വ്യക്തിയാണ് KM ഷാജി. അതുപോലെ തന്നെയാണ് M ശംസുദ്ദീന്. ഇനിയിപ്പോ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രം ഇളവ് എന്ന് പറയണ്ട, അതിന് കാരണം തരുമോ? ഒരു ലീഗ് എന്നൊരു പാർട്ടിന്റെ വിലയിരുത്തലില് വെറും ഒരു മന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടിനെ നിർത്തിയാൽ മതിയാവില്ല എന്നുള്ള ഒരു തോന്നല് പാർട്ടിക്കുണ്ട്. അതിന് കാരണം എന്താ വെച്ചാല് അദ്ദേഹം ഒരു സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു നല്ലൊരു പോസ്റ്റും കൂടി വേണമെന്നുള്ള ചിന്തന. അതേ സംഗതി മറ്റുള്ള എല്ലാവരുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ PK നവാസ് ആകട്ടെ, ഇനി PK ഫിറോസ് ആകട്ടെ. PK ഫിറോസ് വെറും MLA മാത്രം ആകണ്ട, അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഒരു MLA യൂത്ത് ലീഗിന്റെ ഒരു MLA സ്ഥാനമൊന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി ആകേണ്ട അതിൻ്റെതായ ഒരു കുറവുണ്ട് അവിടെ. അത് പാർട്ടിന്റെ ആളുകൾ കൃത്യമായിട്ട് ചിന്തിച്ചിരുന്ന അറിയില്ല. കാരണം എപ്പോഴും ഒരു ഭരണത്തിന്റെ ഉള്ള ഒരു പദവിക്ക് അതിൻ്റെതായ ഒരു ഇതന്നുണ്ട്. പ്രത്യേകിച്ചൊരു പാർട്ടി സ്ഥാനം രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അയാൾക്കൊരു പവറും ശക്തിയും ഉണ്ടാവും. അങ്ങനത്തെ ആളുകളാണ് ശരിക്കും പാർട്ടിന്റെ നേതൃത്വത്തിലും വേണ്ടത്. മറ്റുള്ളവരെ അവസരം നഷ്ടപ്പെടുത്തുന്ന സംഗതിയാണോ വെച്ചാൽ ആണെങ്കിൽ തന്നെ ചില കാര്യത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരിക തന്നെ ചെയ്യും. ഇപ്പൊ ഫാത്തിമ തേലിയ അവര് MSFന്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവര് അതിന്റെ ഒരു ആവശ്യ ഘടകം തന്നെയാണ് MLA ആണെങ്കിലും. അതൊക്കെ അവരുടെ പ്രവർത്തനത്തിന്റെ മികവിന് രണ്ടും ഒരേ സമയത്ത് എന്റെ അഭിപ്രായത്തിൽ MSFന്റെ പ്രസിഡന്റും ഒരു MLAയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ത്രാണിയും കരുത്തുള്ള ആളാണ് ഫാത്തിമ തഹ്ലിയനെ പോലെയുള്ള ആളുകൾ. ഒരാൾക്ക് രണ്ട് പദവി പാടില്ല എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒന്നും രണ്ടും ആളുകളല്ല ഉള്ളത്. ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇനിയിപ്പോ അപ്പം ചോദിക്കും പാണക്കാട് തങ്ങന്മാര് എന്തെങ്കിലും സ്ഥാനം ഉണ്ടായിട്ടാണോ അവർ പ്രസിഡന്റുമാരായില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതും മറ്റുള്ളതും തമ്മിൽ ഒരിക്കലും വിലയിരുത്തരുത്. എപ്പോഴും ഒരു സംസ്ഥാന സെക്രട്ടറിക്കും അല്ലെങ്കിൽ കാര്യപ്പെട്ട ആളുകളൊക്കെ രണ്ട് പദവി നിർബന്ധമാണെന്നുള്ള ഒരു വീക്ഷണത്തിലാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അതായത് ഇപ്പൊ KM ഷാജിക്ക് എന്റെ അഭിപ്രായത്തില് അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനായിട്ട് ഒന്നും കൂടി ബെറ്റർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി MLA ആകണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ അതിന് വേറെ ആർക്കെങ്കിലും ഒക്കെ ഒരു മാറ്റം വരുത്താനും കൂടി ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം PMA സലാമിന്റെ ഒക്കെ ഒരു ഏകദേശം അദ്ദേഹത്തിന് ഒരു ജനപ്രീതിയുടെ കുറവും മറ്റുള്ളതൊക്കെ വെച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ശക്തി വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.